എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പു, കുരുമുളക് എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മതിയാകും. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴട്ടിയെടുക്കാം. അപ്പോൾ ഇത് നമുക്കൊരല്പനേരത്തേക്ക് നന്നായിട്ടൊന്ന് വഴട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 2.25 ടീസ്പൂൺ അളവിൽ കശ്മീരി മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴട്ടിയെടുക്കാം. വഴട്ടുമ്പോൾ മസാലകൾ കരിഞ്ഞു പോവാതെ ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ശ്രദ്ധാപൂർവ്വം വഴട്ടിയെടുക്കാം. പൊടികളുടെ ആ ഒരു പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴട്ടിക്കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയും കൂടെ ആ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടുന്നത് വരെ ഒന്ന് വഴട്ടിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമ്മളിനി ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. അപ്പോൾ 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ്. അപ്പോൾ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതൊന്ന് വഴട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മീറ്റ് മസാലയൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഒന്ന് ഇറുത്തി മാറ്റി ഹാഫ് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സോയ നമ്മൾ ഹാഫ് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് നേരം വിട്ട് അങ്ങനെ വേവിച്ചെടുക്കേണ്ട ആവശ്യം ഒന്നും വരുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടുന്നതാണ്. ഇനി നമുക്കെല്ലാം കൂടി ഒന്ന് വഴട്ടിയെടുക്കാം. നല്ല രീതിക്കൊന്ന് വഴട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ സോയ സോസ് ചേർത്ത് കൊടുക്കാം. കൂടെ 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ സോയാ സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. സോയ് സോസിനോടൊപ്പം ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു സ്പൈസിനെസ് ഒക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതാ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ സവാളയുടെ പകുതി എടുത്താൽ മതിയാകും. അത്യാവശ്യം ചെറിയൊരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് വഴട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ സോയ ചങ്ക്സ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ടാപ്പ് ചെയ്ത് ഓളുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.